നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ നമ്പേഴ്സ് എല്ലാം നമ്മളിവിടെ സ്റ്റോർഡാണ്. ഇന്നത്തെ കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, നിങ്ങൾ എത്ര നമ്പേഴ്സ് നിങ്ങളുടെ ബ്രെയിനിൽ സ്റ്റോർഡാണെന്നുള്ളതാണ്. ഓക്കെ, തെറ്റല്ല. അവർ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇന്ന നമ്പേഴ്സ് ഇന്ന സ്ഥലത്ത് ചെന്നാൽ കിട്ടും. കയ്യിൽ ആക്സസിബിൾ ആണ് മൊബൈൽ. ഈ നമ്പർ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൊബൈൽ ഉണ്ട് എന്നാണ് ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. എന്താണ് മൊബൈൽ നമ്പർ എന്നുള്ളതല്ല. നമ്മൾ പല രീതിയിലുള്ള ആളുകളാണ്. ഇപ്പോൾ ചിലർ സ്പർശിച്ചാൽ മനസ്സിലാക്കുക, അവർക്ക് അത് റിയലായിട്ട് ഇത് തൊട്ട് നോക്കിയാൽ വിശ്വാസത വരുള്ളൂ. ചിലർക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ അത് വിശ്വാസതയാവും. പക്ഷെ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയും, ഇതൊന്ന് എഴുതി വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതിലെല്ലാവർക്കും ഹാപ്പിയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, എല്ലാവരും ഹാപ്പിയാണ്. നമ്മൾ ഇപ്പോൾ നമ്മളെ ഓണറാണ്, സിസ്റ്റം ഒന്നുമില്ല, നോർമലി ഈ വാസ അയച്ചിട്ടാണ് അവിടെ നിന്നോ, അപ്പോൾ നമ്മൾ അവരോട് പറയാണ് ഇതിങ്ങനെ ചെയ്യണം കേട്ടോ. പക്ഷെ അവനത് അങ്ങനെ ചെയ്ത് നടക്കൂല എന്ന് ഓൻ മുന്നേ എവിടെയെങ്കിലും നിന്ന് പരിചയം ഉണ്ടാവും. അപ്പോൾ അത് തൊട്ട് സ്പർശിച്ച് അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് അവിടെ കേൾക്കൂല. അത് അവൻ ആ രീതി വന്നാൽ മാത്രമേ ആ രീതിക്കാണ് ചെയ്യൂ. എക്സ്പീരിയൻസ് ചെയ്താലേ ചെയ്യും. അതേ സ്ഥാനത്ത് സിസ്റ്റമാണെന്നെങ്കിൽ ഇതാണ് ഇവിടുത്തെ ഷോപ്പിലെ രൂപം. ഈ ഷോപ്പിൽ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഡ്യൂട്ടി, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിനാണ് നിങ്ങളിവിടെ വെച്ചിട്ടുള്ളത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടത് ഒരു ബൈക്ക്. എൻ്റെ ഒരു ബൈക്ക് ഉണ്ട്. ആ ബൈക്കിൻ്റെ സീറ്റ് കംപ്ലൈൻ്റ് ആയി. എൻ്റെ ബൈക്ക് RX100 ആണെന്ന് വിചാരിക്കുക, എനിക്കൊരിക്കലും പൾസറിൻ്റെ സീറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. കറക്റ്റ് അല്ലേ? അതുപോലെ തന്നെ എൻ്റെ വിഷയം ഇന്നതാണ്, ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളെ ഇവിടെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത്, ആ കാരണങ്ങളുടെ സിസ്റ്റം ഇതാണ്, ഈ കമ്പനിയുടെ സിസ്റ്റം ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ എക്സ്പീരിയൻസഡും അതിൽ ഇണങ്ങും, എക്സ്പീരിയൻസ് അല്ലാത്തവരും വേണം, എല്ലാവരും ഒരേപോലെ ഇണങ്ങാണ്. അതെ, ഇതാണ് സിസ്റ്റത്തിന്റെ പ്രത്യേകത. അതായത് സിസ്റ്റം ഡ്രിവൺ ആണ്. രണ്ടാമത്തെ പോയിന്റിൽ ആകെ പറഞ്ഞത് സിസ്റ്റം വേണമെന്നും അത് എഴുതണമെന്നും മാത്രമേ എത്തിയിട്ടുള്ളൂ. ഒരുപാട് ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാൻ പോകണ്ടേ. എന്തുകൊണ്ടാണെന്നറിയാം, അവിടെ വേണമെന്നും എഴുതണം തന്നെ ആദ്യം ഏറ്റവും നമ്മൾ എടുക്കേണ്ട തീരുമാനത്തിന്റെ പ്രധാന ഭാഗമാണ്. വേണം എന്നുള്ളതൊരു ബോധ്യം വരണം, നെക്സ്റ്റ് അത് എഴുതണം എന്നുള്ളൊരു ബോധ്യം വരണം. അതുപോലെ അതുകൊണ്ടാണ് ഇത്രയും സമയം നമ്മൾ അതിൽ തന്നെ വീണ്ടും തൂങ്ങി നിന്നത്. അതെ, നമ്മളിത് എഴുതി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് അഡോപ്റ്റ് ചെയ്തോളണമെന്നില്ല, അഡോപ്റ്റ് ചെയ്യാൻ കഴിയുമില്ല. അപ്പം നമ്മൾ അതിൽ പ്രസക്തമായിട്ടുള്ള ഏതാണോ അതെടുത്തിട്ട് നമുക്ക് പ്രാവർത്തികം. ചിലപ്പോൾ ഒരു കാര്യമായിരിക്കും, ഒരു കാര്യം ഓക്കെ ബിസിനസ് വരുന്നു, അത് കണക്ക് എഴുതണം, പേപ്പറിൽ എഴുതണം, എനിക്ക് വെറുതെ പൈസ തന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം പോരാ, പേപ്പറിൽ എഴുതണം എന്നുള്ള. അപ്പോൾ നമ്മൾ എഴുതിയിട്ട് വേണം അത് വെക്കാൻ. അങ്ങനെ പതുക്കെയാണ് നമ്മളിത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ മൂലധനം കുറവുള്ള സ്ഥാപനങ്ങളിലൊക്കെ തന്നെയും ഓണേഴ്സ് തന്നെ ഇരുന്നിട്ടാണ് പതുക്കെ ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരുന്നത്. പക്ഷേ ഇത് എഴുതിയിടണം എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. എഴുതിയിട്ട് കഴിഞ്ഞാൽ അതിലെന്താണ് പ്രയോറിറ്റി എന്നുള്ളത് നമ്മൾ പിക്ക് ചെയ്ത് പതുക്കെ നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാനൊന്ന് പറയാം, അതായത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കാര്യം പറയാം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഗൂഗിളിൻ്റെ ഒരുപാട് ഫെസിലിറ്റികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഗൂഗിൾ ഷീറ്റാണ് ഞങ്ങളിപ്പോൾ നമ്മുടെ ടീമിന് ഏറ്റവും കൂടുതൽ ആക്സസ് ആയിട്ടും നമ്മളെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഏതൊരാൾക്കും ഒരു പണച്ചെലവും ഇല്ലാതെ ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ്. വലിയൊരു ബിസിനസ്സിനെ സിസ്റ്റമാക്കാൻ ഒന്നും ചെയ്യാനില്ല. ഒരു ഗൂഗിൾ ഷീറ്റിനെ കുറിച്ചൊന്ന് പഠിക്കുക, ഈ ഗൂഗിൾ ഷീറ്റിൽ എന്തൊക്കെ എഴുതാമെന്നും എങ്ങനെയൊക്കെ എന്തൊക്കെ നമുക്ക് കൃത്യമായി ചെയ്യാം, ഇത് ആർക്കൊക്കെ വിസിബിൾ ചെയ്യണം, ഇതിലാർക്കൊക്കെ എഡിറ്റിങ് കൊടുക്കണം അല്ലേ, ഇതിലാർക്കൊക്കെ അത് തന്നെയും. ഇനിയിപ്പോൾ ഒരാൾ ഞാൻ വിചാരിക്കണം ഇന്ന ആളാണ് ഈ കോളങ്ങൾ പൂരിപ്പിക്കേണ്ടത്, ഇന്ന ആളാണ് ഇന്ന ഈ കോളം, എനിക്ക് 2 കളർ കൊടുത്തിട്ട് പറഞ്ഞാൽ ഈ കളർ വന്നൊക്കെ നീ പൂരിപ്പിച്ചാൽ മതി. ഇവൻ അത്ര അറിയണം ഈ കളറിൽ വന്ന സാധനത്തിൽ എഴുതുന്നു. പലതും പിന്നെ കണക്റ്റഡാണ്. ഇതിലൊരു സംഖ്യ എഴുതി കഴിഞ്ഞാൽ അത് പ്ലസ് ചെയ്ത് അപ്പുറത്ത് ടോട്ടൽ വരും. ഗൂഗിൾ ഷീറ്റ് മാത്രം ഒന്ന് ചെറുതായിട്ട് വെറുതെ യൂട്യൂബിൽ 2 വീഡിയോ പഠിച്ചാൽ അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ അങ്ങനെയല്ല, ഞാൻ പഠിച്ചിട്ട് എനിക്ക് തോന്നുന്നു അധികം സമയമായിട്ടില്ല, ഇത്രേ ചെയ്യാനുള്ളൂ. പക്ഷേ അത് ചെയ്തപ്പോഴത്തേക്കും ടീമിനകത്തേക്കും ഈ ഒരു ഫേമിനകത്തേക്കും എത്ര കൃത്യത വന്നു എന്നറിയും. അപ്പോൾ ഞാൻ എൻ്റെ ടീമിനോടും എല്ലാവരോടും പറയാനുള്ളത് ഗൂഗിൾ ഷീറ്റ് തന്നെ വേണമെന്നില്ല. അപ്പോൾ ആപ്പുകളുണ്ട്, പല സാധനങ്ങളും ഉണ്ട്. പക്ഷേ ഒരു ചിലവുമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും ചെറിയൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ സിസ്റ്റം എഴുതണം, അത് നമ്മൾ വലിയൊരു പ്രയോറിറ്റി ഉള്ള കാര്യമാണ്. അതോടൊപ്പം ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഓരോരുത്തർക്കും അവരുടെ ടെലിഫോണിൽ തന്നെ കാണുന്ന രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഇപ്പോൾ വരുന്ന അപ്ഡേഷൻസുകളുണ്ട്, ഒരുപാട് ഫെസിലിറ്റികളുണ്ട്.
അതൊക്കെ നമ്മൾ കൂടുതൽ പഠിക്കുകയും അത് ഇതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നമ്മൾ ശ്രമിക്കണം. അപ്പോഴാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ നടത്താൻ പറ്റും. അതെ, ടെക്നോളജി വളർച്ചയുടെ ഭാഗമാണ്. ഇഫ് യു ആർ നോട്ട് ടെക്നോളജിക്കലി അപ്ഡേറ്റഡ് യു ആർ ഔട്ട്ഡേറ്റഡ് എന്നാണ് പറയുക. നമ്മൾ പുറന്തള്ളപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ. അപ്പോൾ ടെക്നോളജി നമ്മൾ പഠിക്കുക എന്നുള്ളത് നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും മിക്ക കാര്യങ്ങൾക്കും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ഇന്നിപ്പോൾ ഒരു ഉള്ളടക്കം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് AIs ഉണ്ട്, ChatGPT പോലുള്ളത്, ജെമിനി പോലുള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. ഇത് അവൈലബിൾ അല്ല അല്ലെങ്കിൽ അവൈലബിൾ ആണ് എന്ന് അപ്ഡേറ്റഡ് അല്ലാത്ത ഒരാൾ അവിടെ അരമണിക്കൂർ സമയം എടുക്കുന്ന സമയത്ത് ഇവിടെ ഇത് 2 മിനിറ്റ് 3 മിനിറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല, നമ്മൾ പണ്ടത്തെ ഒരു 90-95 കാലഘട്ടത്തിലെല്ലാം നമുക്ക് മൊബൈൽസ് അല്ല, നമുക്ക് ഫോണാണുള്ളത്, ലാൻഡ് ഫോണാണ്. അന്നത്തെ സമയത്ത് നമ്മൾ ആളുകളുടെ നമ്പേഴ്സ് എല്ലാവരും എഴുതി വയ്ക്കുമെങ്കിലും മൈൻഡിലുണ്ടായിരിക്കും. മിക്ക ആളുകളുടെയും നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ നമ്പേഴ്സ് എല്ലാം നമ്മളിവിടെ സ്റ്റോർഡാണ്. ഇന്നത്തെ കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, നിങ്ങൾ എത്ര നമ്പേഴ്സ് നിങ്ങളുടെ ബ്രെയിനിൽ സ്റ്റോർഡ് ആണെന്നുള്ളത്. ഓക്കെ, തെറ്റല്ല. അവർ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇന്ന നമ്പേഴ്സ് ഇന്ന സ്ഥലത്ത് ചെന്നാൽ കിട്ടും, കയ്യിൽ ആക്സസിബിൾ ആണ് മൊബൈൽ. ഈ നമ്പർ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൊബൈൽ ഉണ്ട് എന്നാണ് ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. എന്താണ് മൊബൈൽ നമ്പർ എന്നുള്ളതല്ല, അപ്ഡേറ്റഡ് ആണ്, കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആണ്. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ChatGPT, ജെമിനി പോലെയുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ജോലി അവർ ചെയ്തോളും. പക്ഷേ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, എങ്ങനെ അവരോട് ചോദ്യങ്ങൾ ചോദിക്കണം എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ചോദിക്കുന്ന രീതിക്കനുസരിച്ചിട്ടായിരിക്കും അവിടുന്ന് മറുപടി തരുന്നത്. എല്ലാം ഉണ്ട്, നമ്മൾ എവിടെയാണ്, നമുക്ക് എല്ലാം കൂടെ അവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദിച്ചാൽ അല്ല, ആ ടെക്നോളജിയെ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിച്ചാൽ പ്രോംപ്റ്റ് കൊടുക്കണം. അപ്പം മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ബിസിനസ് മാനേജ് ചെയ്യുന്ന പോലെ തന്നെ ടെക്നോളജി നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറേ കൂടെ നമുക്ക് എളുപ്പമാക്കി കൊണ്ടുവരാൻ പറ്റും. എല്ലാം ഇത്തരത്തിൽ AI അതൊരു ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കൊരു AI കൊണ്ട് ബിസിനസ് കംപ്ലീറ്റ്ലി റൺ ചെയ്തൂടെ? ചിലർ പറയാൻ റൺ ചെയ്യുന്നുണ്ട്, ചില ബിസിനസ് റൺ ചെയ്യുന്നില്ല എന്നുള്ള. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഒരു ബിസിനസ്, ഇപ്പോൾ ലെറ്റ്സ് സേ മെക്ഡോണൾഡ്സ് റൺ ചെയ്യുന്ന ഒരു പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ നമ്മളൊരു സക്സസ്ഫുൾ ബിസിനസ് ആയിട്ടാണ് കാണുന്നത്. ഞാനും മെക്ഡോണൾഡ്സ് എടുത്തിട്ടുള്ള അതേ സ്ട്രാറ്റജി അതേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവുമോ? ആവണമെന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു സക്സസ്ഫുൾ സ്ട്രാറ്റജി കൊണ്ട് വെച്ച് എല്ലാവർക്കും ഇംപ്ലിമെന്റ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ അവിടെ വേറിട്ട് നിർത്തുന്ന ചില ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങൾ കണ്ടുപിടിക്കുന്നത് നമ്മളാണ്. ഒരുപക്ഷെ നമ്മളായിരിക്കാം ആ ഡിഫറൻസ്. മെക്ഡോണൾഡ്സിന്റെ ഓണറും നമ്മളുടെയും കാഴ്ചപ്പാടിൽ ഡിഫറൻസ് ആയിരിക്കും. സിനാരിയോ ബാക്കിയെല്ലാം സെയിം ആയിരിക്കാം. ആ ഒരൊറ്റ ഘടകം മതി ഈ ഡിഫറൻസ്. ഈ ഡിഫറൻസ് AIക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ സാഹചര്യങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് റെസ്പോൺസ് വരുന്നത്. അപ്പോൾ ലെറ്റ്സ് സേ ഒരു 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു 5 വർഷം 6 വർഷം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 7 വർഷത്തെ അയാളുടെ എക്സ്പീരിയൻസ് നമുക്ക് ഈ AIയിലൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. റൂട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കണക്കുകൾ ഇതൊക്കെ നമുക്ക് ടെക്നോളജി വെച്ച്. പക്ഷെ ബാക്കിയുള്ള 3 എന്ന് പറയുന്ന അയാളിലാണ്. അത് അയാളുടെ കേപ്പബിലിറ്റിയാണ്. അത് നമുക്ക് അത്ര പെട്ടെന്ന് നമുക്ക് AI വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. അത് നമ്മളുടെ ഒരു റെസ്പോൺസാണ്. നേരത്തെ പറഞ്ഞ പോലെ ധോണി ഇറങ്ങുന്നുള്ള AI പ്രെഡിക്റ്റ് ചെയ്തല്ല, ധോണിയാണത്. അത് റിസ്ക് എടുത്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ സ്റ്റിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മനുഷ്യരുണ്ടാകുമ്പോഴാണ് വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ പലതും നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുന്നത്. പക്ഷേ ഓപ്പറേഷണലായിട്ട് മെക്കാനിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ടെക്നോളജിക്കൽ അപ്ഡേഷൻസിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ഒരുപാട് അനാവശ്യമായിട്ടുള്ള എഫേർട്ട് നമുക്ക് അവിടെ കുറയുമ്പോൾ നമ്മൾ എന്താണ് ലാഭിക്കുന്നത്? സമയം.